ഇന്ന് ഞാനുണ്ടല്ലോ ഒരു സ്നാക്ക് റെസിപ്പി ആക്കണമെന്നല്ല, നമുക്ക് വൈകിട്ട് ചായയൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല കറുമുറാന്നിരിക്കുന്ന സ്നാക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതേ ഗ്ലാസ്സിന് അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അതിലേക്ക് പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. സവോള ചെറുതായി അരിഞ്ഞും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടോ. അത് നമ്മൾ ഇഷ്ടത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഈ പൊടികളൊക്കെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ പത്തിരിക്ക കുഴക്കില്ല അതുപോലെ കുഴച്ചെടുക്കണം, എല്ലാ ഭാഗത്തേക്കും ആ മസാല എത്തണ പോലെ കേട്ടോ. പിന്നെ ഒരു നല്ലൊരു ബോളാക്കിയതിന് ശേഷം നമ്മൾ ഒരു പ്രസ്സിൽ വെച്ച് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല റൗണ്ട് ഷേപ്പിൽ വരും. അങ്ങനെ വന്നാൽ നമുക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിൽ ഇത് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ റൗണ്ട് ഷേപ്പിനൊന്ന് കോണാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 8 കഷ്ണമൊക്കെ ആക്കിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അത് ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചൂടായ വെളിച്ചെണ്ണയ്ക്ക് പൊരിച്ചു കൊടുക്കാം. അപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്ന സമയത്ത്. ആ ഉരുളക്കിഴങ്ങും സബോളയൊക്കെ അതിനുള്ളിലുള്ള അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കൂടുതൽ ടേസ്റ്റ് സോസിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. എളുപ്പമാണ്, ആ കുഴച്ചെടുക്കുന്ന സമയം മാത്രമേ നമുക്ക് ഒത്തിരി പിടിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. നല്ലൊരു സ്നാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.